ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു രാത്രി ഒരു 7 മണി 7:30 ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മുടെ അണ്ണൻ്റെ കോളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഹലോ ബ്രോ, എന്തൊക്കെ ഉണ്ട്? ഒന്നുമില്ല അണ്ണാ, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അണ്ണ എന്തോ പരിപാടി? ഞാനിവിടെ ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുക. എന്തോ അണ്ണ പ്രശ്നം എന്തോ പറ, നമുക്ക് വഴിയുണ്ടാക്കാം. എടാ, ചെറിയൊരു സ്മഗ്ലിങ്, നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്താ അണ്ണ പറഞ്ഞോ. ഞാൻ കുറച്ച് നാളായി അങ്ങനത്തെ പണിയൊക്കെ നിർത്തി വെച്ചേക്കുമായിരുന്നു. ഇപ്പം ബ്രോയ്ക്ക് എത്ര അത്യാവശ്യമാണെങ്കിൽ പറഞ്ഞോ, ഞാൻ ചെയ്യാം. ആ സംഭവം വേറൊന്നും അല്ലടാ, നമ്മുടെ തമിഴ്നാട്ടിലോട്ട് കുറച്ച് സ്പിരിറ്റും കാര്യങ്ങളും ഒക്കെ കടത്താനായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അതിന് ഡ്രൈവറെ നോക്കിയിട്ട് ഒറ്റ ഒരെണ്ണമില്ല. കാരണം അവന്മാർക്കൊന്നും ഇങ്ങനത്തെ സ്മഗ്ലിങ്ങിനൊന്നും വയ്യ. അപ്പം അതിന് നീ ഒന്ന് വരാമോ? വേറൊന്നുമില്ലടാ, ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അങ്ങോട്ട് വണ്ടി കൊണ്ടൊന്ന് ഇട്ടാൽ മാത്രം മതി. ഇവിടുന്ന് ഒരു 132 കിലോമീറ്റർ 132 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അണ്ണാ അത്രയുണ്ടോ? ശരി എന്നാ, ഞാൻ നോക്കാം. ഞാൻ ഇറങ്ങുവാ ഇപ്പം തന്നെ. ഓക്കെ, നീ ശ്രമിക്ക്. ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വഴിയാണ്, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. നീ എങ്ങനെയും അവിടം വരെ ഒന്ന് എത്തിച്ചു തന്നാൽ മതി, പോലീസിന്റെ കണ്ണിലൊന്നും പെടാതെ. ഓക്കെ, നീ എന്നാൽ ഇപ്പം തന്നെ ഇറങ്ങിക്കോ. ഞാൻ നിങ്ങളുടെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ ആണ്, അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയി. ഓക്കെ, എന്നാൽ കോള് വെച്ചോ. ശരി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ അണ്ണൻ പറഞ്ഞ പോലെ, നമ്മുടെ ജിത്തു അണ്ണൻ പറഞ്ഞ പോലെയൊക്കെ, പുള്ളിയുടെ പേര് ജിത്തു എന്നും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നോവ എടുത്ത് നമ്മുടെ വീടിൻ്റെ വെളിയിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ബ്ലോക്കൊക്കെ ആയിരിക്കാം, ബ്ലോക്കൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് പോകാൻ പറ്റുന്ന വഴിയും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, നമുക്ക് പോകാൻ പറ്റും, കുഴപ്പമില്ല. ഇതൊക്കെ എത്ര കണ്ടതാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഇവന്മാരെല്ലാം കൊണ്ട് അപരാധിച്ച് കയറ്റിയിട്ടേക്കുമാണ് വണ്ടി. ഇതൊരു കഷ്ടമാണ് ഗൈസ് ഇത്. ഓക്കെ ഉണ്ട് ഒരുത്തൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ വരുന്ന കണ്ടുകൊണ്ട് അവൻ മുന്നിലോട്ട് എടുത്തു. എന്തായാലും അവനങ്ങ് സേഫായിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ അപരാധം കാണിക്കാവോടെ. ഓക്കെ, എന്തായാലും നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നമ്മുടെ സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്, എവിടെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നതെന്ന്, ടാങ്കർ കിടക്കുന്നതെന്നൊക്കെ. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് എന്താണ് വേറെ പരിപാടിയൊന്നുമില്ല. ബ്രോ ആ ഒരു ഫോട്ടോയും അയച്ചു തന്നു വണ്ടിയുടെ. നമ്മുടെ ഒരു SK ടിപ്പർ മോഡലാണ്. പിന്നെ നമ്പരും ഒക്കെ അയച്ചു തന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതൊക്കെ നോക്കി വണ്ടി എടുത്തുകൊണ്ട് പോവാം. എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പം എന്നിട്ട് ഞാനിവിടെ കിടന്ന് വണ്ടി തപ്പി അവസാനം കിട്ടി ഗൈസ്. ഇങ്ങനെ ഏതാണ്ട് കാട്ടിലൊക്കെ കൊണ്ടുണ്ടാക്കി ഇട്ടേക്കുമായിരുന്നു വണ്ടി. ഇതുണ്ട്, അവിടെ ഒരു ഇന്നോവക്കാരനും പെട്ട് കിടക്കുന്നത്. ഈ ഒരു വഴി കണ്ടോ, ഇതുണ്ട് അവിടെ ആയിട്ടുണ്ടാക്കി ഇട്ടേക്കുന്നത്. അതെനിക്ക് തോന്നുന്നു പോലീസും കാര്യങ്ങളൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു. അതെ, ഇവിടെ ഒരു വീടും ഉണ്ട്, ആരുടെയാണോ എന്തോ. അപ്പം നമ്മുടെ കൂടെ ഒരു പുള്ളിയെ പറഞ്ഞു വിട്ടിട്ടുണ്ട് വരുമെന്ന്. അങ്ങാരി ഇവിടെങ്ങും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്പർ KL 67 A 7413 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ആണ്. അപ്പോൾ എന്തായാലും ആ ഒരു പുള്ളിയും കൂടെ വിളിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഇതാണ് സാന്റാക്രൂസ് ഫ്യൂവൽസ് എന്നൊക്കെയാണ് ഹിന്ദിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ അതേണ്ട ഇതിനകത്ത് ഫുള്ള് സ്പിരിറ്റാണ് ഗൈസ്. ഇങ്ങാർക്കിത് ഇവിടെ സൈഡിലെങ്ങാണോ ഇട്ടാൽ പോരെ. അപ്പം ഇതിനകത്തൊക്കെ ഇടുമ്പോഴാണ് പോലീസുകാർക്ക് കൂടുതലും ഡൗട്ടും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്. ഈ സാധാരണയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം വല്ല പെട്രോളോ വല്ലതും ആണെന്ന് വിചാരിച്ചോളൂ, പെട്രോളോ ഡീസലോ വല്ലതും ആണ്. ഇങ്ങാർക്ക് തീരെ ബുദ്ധിയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റേ അങ്ങാരെയും കൂടെ, അങ്ങാരിനെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്തായാലും അങ്ങാരെയും കൂടെ വിളിച്ചിട്ട് കാണാം. അതിൻ്റെ ടയറൊക്കെ ഫുള്ള് ലോഡ് കയറി അമങ്ങിയിരിക്കുവാണ്. നമ്മുടെ SK ടിപ്പറിൻ്റെ ആ ഒരു മോഡലിലുള്ളൊരു ടാങ്കറും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ആ ബാക്കിലെ ആ ഒരു ബക്കറ്റ് പോലത്തെ സാധനം മാറ്റിയിട്ട് നേരെ ടാങ്കർ കയറ്റിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി എന്തായാലും സൗണ്ട് കൂടൊക്കെ ഒന്ന് കേൾപ്പിച്ച് തന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാറ്റയുടെ വണ്ടി SK. അപ്പോൾ അതിൻ്റെ ടാറ്റയുടെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്, പണ്ടത്തെ ആ ഒരു എൻജിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവന് കിടിലൻ കയറ്റം ഇറക്കമൊക്കെ എത്ര ലോഡ് വെച്ച് വേണമെങ്കിലും കയറാനുള്ള ഒരു കപ്പാസിറ്റിയൊക്കെ ഉള്ള വണ്ടിയാണ്. കാരണം പണ്ടത്തെ അല്ല ഒരു പ്രത്യേക ക്വാളിറ്റിയുള്ള വണ്ടി ആയിരിക്കും. ഇതേണ്ട ഒരുത്തം വരാനുണ്ട്, അതാണ് ഈ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നത്. ഇപ്പോൾ അവൻ വരും. എന്നിട്ട് നമുക്ക് സ്മഗ്ലിംഗ് ഒക്കെ തുടങ്ങാം. നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് എടുക്കണം. ഓക്കെ, ഇത് ഇല്ലീഗൽ കേസാണ്, എന്നാലും അവൻ വരുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ജിത്തു അണ്ണൻ പറഞ്ഞത് അങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്നാണ്. ഇവിടെ ഇന്നോവയൊക്കെ കൂടി ബ്ലോക്കായി കിടക്കുവാണല്ലോ, അവനെയും കാണുന്നില്ല. എന്തായാലും അപ്പോൾ ഗൈസ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കുക, വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, എന്തായാലും അവൻ വന്നിട്ട് കാണാം.
ഗൈസ് മുമ്പ് പറഞ്ഞ അങ്ങാരൊക്കെ വന്നിട്ടുണ്ട്. ഇവൻ വേറെ ആരുമല്ല, നമ്മുടെ വോൾവോ ട്രിപ്പിനകത്ത്, നമ്മുടെ ആ ഒരു വണ്ണസിൻ്റെ ട്രിപ്പിനകത്ത് കിടന്ന് അന്ന് പ്രേതമൊക്കെ വന്ന ആ ഒരു ടൈമിൽ കിടന്ന് അലച്ച് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ? അവനാണ് ഗൈസ്. ഇവൻ്റെ പേര്, നിൻ്റെ പേര് പറയണോടാ അവരോട്? ഓക്കെ എന്നാൽ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇല്ലീഗലായിട്ടുള്ളൊരു പരിപാടിയാണ്, നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം ചെയ്യുവാണ്. ഓക്കെ, അപ്പം തിമ്മി കാത്തോണേ. അപ്പം എന്തായാലും കറക്റ്റായിട്ട് വണ്ടി പോട്ടെ. ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇറങ്ങുന്നുണ്ട് ഗൈസ്. നല്ല കുലുങ്ങി ടയറൊക്കെ ഞാൻ വിചാരിച്ചില്ല ഇത്ര സ്മൂത്തായിട്ട് ഇറങ്ങുമെന്ന്. നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ജസ്റ്റ് ചെറിയൊരു ആക്സിലേഷന് വണ്ടി ഇറങ്ങി. ഓക്കെ, ഇനി പെതുക്കെ നമുക്ക് റോഡിലേക്ക് ഇറക്കുക. അവിടുന്ന് നേരെ ജെറ്റ് വിട്ട പോലെ നമുക്ക് നമ്മുടെ തമിഴ്നാട്ടിലോട്ട് പോകാം ഗൈസ്. നമ്മുടെ ടയറൊക്കെ കണ്ടോ, ഫുള്ള് ഇങ്ങനെ എന്താ പറയുക, അത് കണ്ടല്ലോ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതേണ്ട ഒരു ഇന്നോവയൊക്കെ ബ്ലോക്കായിട്ടുണ്ട്. അതേണ്ട ആ ഇന്നോവക്കാരൻ ഉണ്ടാക്കിയ ബ്ലോക്കാണിത്. അതുകൊണ്ട് ആംബുലൻസൊക്കെ ഇവറ്റകൾക്കൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകരുത്, കിടക്കുക അവിടെ. അപ്പോൾ എന്തായാലും വണ്ടി സ്പീഡ് എടുക്കുന്നില്ലല്ലോ, ഫുള്ള് ലോഡുള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ, അതേണ്ട ഫ്രണ്ടിൽ ഒരു കൃഷ്ണനൊക്കെ നിൽപ്പുണ്ട്, നമ്മുടെ മീറ്ററിൻ്റെ ഫ്രണ്ടിൽ. ഓക്കെ, ഇനി ഇത് കണ്ടിട്ട് ഇവൻ പ്രേതമാണെന്ന് വല്ലതും പറയുമോ എന്നറിയാത്ത, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫുള്ള് ഉറക്കമായിരിക്കും. എന്തായാലും നമ്മൾ 130 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പം കുറച്ച് ഒരു നാളെ രാവിലെയൊക്കെ ആവുമായിരിക്കും മിക്കവാറും, ഒരു 5-6 മണി അല്ലെ ഒരു 3-4 മണി, നമുക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഇടുന്നില്ല, കാരണം എന്താണ്, ഇവിടെ അത്യാവശ്യം സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇനി അത്യാവശ്യം ഇരുട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ലൈറ്റൊക്കെ ഇടുന്നത്. ഇവിടെ ഒരു കിടിലം പാലമൊക്കെയാണ്, കണ്ടില്ലേ, നല്ലൊരു വൈബാണ്. അങ്ങ് നല്ല മഞ്ഞാണ്. ഇവിടെ ഒരു പാലം, പിന്നെ അതേണ്ട പാലം പണിഞ്ഞ് ഈയിടെയായിരുന്നു തീർന്നത്. ടാറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ഫുള്ള് കോൺക്രീറ്റ് ആണ്. പിന്നെ അതേണ്ട ഇവിടെ ഒരു കാടുണ്ട്. ഇത് കിടിലിൻ്റെ ഒരു വൈബ് മാപ്പാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് ഓക്കെ വളച്ചിറക്കി. അണ്ണൻ ഞാൻ ഒന്നും പറയുന്നില്ല. എൻ്റെ കരിനാക്ക് വളച്ച് പോലീസ് എങ്ങാണ് ഇനി ഫ്രണ്ടിൽ വന്നാൽ നിന്നെ ആദ്യം ഞാൻ പിടിച്ചു കൊടുക്കും. നീയാണ് ഈ സ്മഗ്ലിങ്ങിൻ്റെ മെയിൻ ഹെഡെന്ന്. എന്നിട്ട് ഞാനും അണ്ണന് എസ്കേപ്പ് ആവും, എനിക്ക് ഫണ്ടും കിട്ടും, അണ്ണൻ്റെ ലോഡും കടത്തി കിട്ടും. നീ മാത്രം പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ കിടക്കും. സ്പിരിറ്റ് കടത്തലൊക്കെ ഉണ്ട്, ഞാനും പോകണമെന്ന്. അപ്പം അന്ന് തൊട്ട് ഞാൻ നമ്മുടെ റൺവേ സിനിമ ഫുള്ളിരുന്ന് കണ്ട് 3-4 വട്ടം. അതുകൊണ്ട് എനിക്ക് എങ്ങനെ രക്ഷപ്പെടണമെന്നൊക്കെ അറിയാം. പിന്നെ നീ അങ്ങോട്ട് ചെന്നാലും മതി. ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അണ്ണൻ പറഞ്ഞ്, ജിത്തു അണ്ണൻ പറഞ്ഞ് ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് സേഫ് ആയിരിക്കും. പിന്നെ ഡ്രൈവർ അണ്ണൻ പറത്തി അങ്ങ് വിട്ട് പെട്ടെന്ന് സ്ഥലം എത്തിക്കുമെന്നൊക്കെ പറഞ്ഞു. ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ആര് പറഞ്ഞു ചെക്ക് പോസ്റ്റ് ഇല്ലെന്ന്? ജിത്തു അണ്ണൻ നിന്നെ പറ്റിക്കാൻ ചുമ്മാ പറഞ്ഞാ. ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, 4 എണ്ണം ഉണ്ട് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ് ഉള്ള റൂട്ടിൽ കൂടെ നമ്മൾ പോകുന്നത്. ചെക്ക് ചെയ്താൽ എന്ത് ചെയ്യാനാ? ഞാൻ ഇറങ്ങി ഓടും, നീ കൊടുങ്ങുകയും ചെയ്യും. എടാ, ഞാൻ നിന്നെ പറ്റിക്കാൻ ചുമ്മാ പറഞ്ഞാ. ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. നമ്മൾ ചെക്ക് പോസ്റ്റ് ഉണ്ടെത്താൻ എന്തോ, ചെക്ക് പോസ്റ്റൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ പോകും. ഒരു ചെക്ക് പോസ്റ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി അവിടെ അനങ്ങത്തില്ല. അത്രയ്ക്ക് പാട്ടയായ വണ്ടിയാ പണ്ടത്തെ. ഇപ്പൊ ആംബുലൻസിനെ ഇടിക്കാനല്ലോ, അധികം സ്പീഡ് എടുക്കണ്ട, പെതുക്കെ പോകാം. ആർക്കെങ്കിലും ഡൗട്ട് തോന്നിയ പണിയാ. ഞാൻ ചുമ്മാ പറഞ്ഞാടാ, ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ പോലീസ് വിളിച്ചാൽ ഞാൻ നിന്നെ വിട്ടിട്ട് ഓടുവോ? നമ്മൾ ചങ്കല്ലേ നീ. പിന്നെ നീ അവിടെ കിടന്നെങ്ങാണോ ഉറങ്ങിക്കോ. ഇപ്പം എന്തായാലും ലൈറ്റൊക്കെ ഇട്ടു, അധികം വെട്ടം ഇച്ചിരി കുറവായതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടു, ഇരുട്ടി വരുന്നു നല്ല രീതിയിൽ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് എന്തായാലും നീ ഒന്ന് ഉറങ്ങിക്കോ, വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അയ്യേ, നിനക്ക് സ്വന്തമായിട്ട് നെറ്റ് പോലും ഇല്ലേ? ഓക്കെ, ശരി, എടുത്തോ. ഓക്കെ ഗൈസ്, അങ്ങനെ ആ ശല്യത്തെ നമ്മൾ ഒഴിവാക്കി. ഇനിയും അടുത്ത പരിപാടി നമുക്ക് ഈ അണ്ണൻ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഒരു പണി കഴിയാത്തൊരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഫുള്ള് വണ്ടി കൊണ്ട് നിർത്തിയിടേണ്ടതെന്നാണ് പറഞ്ഞത്. അവിടുന്ന് നമുക്ക് റിട്ടേൺ പോകാനുള്ള വണ്ടി ആ പുള്ളി അയക്കും. നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള വണ്ടി നമ്മുടെ ജിത്തുവണ്ണൻ അയക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീട് കണ്ടുപിടിക്കാം. വീടല്ല, പണി തീരാത്ത വലിയൊരു ബിൽഡിങ്, എന്തോ ഒരു കടയോ മാളോ എങ്ങാണ്ട് വരാൻ പോകുന്നൊരു സ്ഥലമാണ്.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ കണ്ടുപിടിച്ച് അവിടെയൊക്കെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മിഷൻ പാസ്സാകാം. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പവറാക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക. അതുകൊണ്ട് വലിയൊരു കയറ്റം വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് ഓവർടേക്ക് ചെയ്താലും ഒരു ആംബുലൻസ് ഉണ്ട്, അതിൻ്റെ പുറകിൽ ചെന്ന് കയറാം. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റാക്കി വെക്കുക. ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക ഗൈസ്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ബസ് സിമുലേറ്റർ ഗെയിം പ്ലേ ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു ഇറക്കമാണിത്. സ്ട്രീറ്റ് ലൈറ്റ് ഇങ്ങനെ നിരത്തി പിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ലൈറ്റ് ഇട്ട് അങ്ങ് ഡൗട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചാണ്. നമ്മുടെ കാണുന്നവർക്കും പിന്നെ പോലീസുകാർക്കും ഒന്നും ഡൗട്ട് തോന്നണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ലൈറ്റ് ഇട്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഓവർടേക്ക് ചെയ്തിട്ട് ആ ഒരു ആംബുലൻസിൻ്റെ ബാക്കിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ഇവിടെ നിന്നും വണ്ടിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അവിടെ നിന്നും വണ്ടിയൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങ് പോവാം. ഓക്കെ, മതി ഇവിടെ കയറാം നമുക്ക്. ഓക്കെ, ഈ ഒരു ആംബുലൻസിൻ്റെ ബാക്കിലായിട്ട് കയറാം. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ ഫ്രണ്ടിൽ പോയിട്ട് അവന് സ്ഥലം കൊടുത്തില്ലെന്ന് പറഞ്ഞ് കിടന്ന് കരയും. ഓക്കെ, ഇവിടെ എന്താണ് പരിപാടി? ഇവിടെ കുറേ പേര് എന്താ ടൂറിൻ്റെ എന്തോ സംഭവമാണ് ഗൈസ്, ടൂറ് പോലത്തെ ഒരു. ഓക്കെ, അങ്ങനെ നമ്മളിത് ചെറിയൊരു ഇടവഴിയും കാര്യങ്ങളൊക്കെ കയറി വരുവാണ്. നമ്മൾ ചെക്ക് പോസ്റ്റ് മറികടക്കാനുള്ളൊരു ചെറിയ ഇടവഴിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സ്ട്രെയിറ്റായ വഴിയിലൂടെ പോയാൽ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് അണ്ണൻ പറഞ്ഞു തന്ന ഒരു വഴിയാണിത്. അപ്പോൾ ഇത് വേണ്ട, ഇതിൽ ലൊക്കേഷൻ നമ്മുടെ ആ ഒരു മാപ്പ് സാധനത്തിൽ പോലും ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ചെന്നിട്ട് ബാക്കിലോട്ട് നോക്കുമ്പം ടാങ്കർ കാണാതെ അങ്ങ് പോകണം. ഓ, സീനായിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ടാങ്കർ ഉണ്ടെന്ന് ഒന്നുകൂടെ ഉറപ്പ് വരുത്തി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത് എൻ്റെ ഊഹം തെറ്റിയില്ല. നമ്മൾ കുറേ വണ്ടിയൊക്കെ ഓടിച്ചുള്ളവരാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇനി ആ പഴഞ്ചനല്ല പണിയുന്ന വീട് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഇതാണ് നമ്മുടെ പണിയുന്ന വീട്. ഓക്കെ, അങ്ങനെ നമ്മൾ വിജയകരമായി സ്മഗ്ലിംഗ് ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതിൻ്റെ ബാക്കിൽ എവിടെയാണ് സ്ഥലം കൊണ്ടിടാൻ? ബാക്കിലിടാനാണ് പറഞ്ഞത്. ഓക്കെ, ബാക്കിലിടാനാണ് പറഞ്ഞത് വണ്ടി. ബാക്കിലെവിടെയാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ? ഓക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വണ്ടി കയറ്റി അങ്ങോട്ട് ഇട്ടിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ കമ്പിയും കാലും ഒക്കെ ആണല്ലോ. ഓക്കെ, അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ കുറ്റിക്കാട് റോഡ് പണി തീരാത്ത ബിൽഡിങ്. ഒന്നുകൂടി പറയൂ, കുറ്റിക്കാട് റോഡ് പണി തീരാത്ത ബിൽഡിങ്. ഓക്കെ, അപ്പം നമ്മൾ സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഡോറാബിച്ചി കളിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഇവിടെ ഒരുത്തൻ കിടന്ന് ഉറങ്ങുവാണ്. ഓക്കെ കയറിക്കോ സെറ്റ്. ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നല്ലേ? പുള്ളി അവിടെ നിന്നിരുന്ന് എല്ലാം കാണുന്നുണ്ട് ഗൈസ്. ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടെന്ന് എല്ലാം അറിയുന്നുണ്ട്. നമ്മൾ കറക്റ്റ് വണ്ടി കയറാനുള്ളൊരു ഗ്യാപ്പേ ഉള്ളൂ. അതൊക്കെ ആ പുള്ളി കറക്റ്റായിട്ട് മനസ്സിലാക്കി. എങ്ങനെ കാണുന്നു എന്തോ. ഇനി ഇവിടെ വല്ല ക്യാമറ വല്ല ഇരിപ്പുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ബാക്കിലോട്ട് ഇറക്കിയിടാം. ചിലപ്പം മറ്റേടത്തിട്ട് കഴിഞ്ഞാൽ പോലീസ് വല്ലതും കാണും. അതുകൊണ്ട് ഇവിടെ ഇടാം. അതാകുമ്പോൾ വലിയ സീനില്ല. ഓ, ഇനി ഞാനങ്ങനെ ഇറങ്ങോടെ? ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറ്റി ഡോറ് തുറക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിടാം. ഓക്കെ കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറക്കിയിടാം. അതാകുമ്പോൾ ആരും കാണത്തില്ല, സേഫായിട്ട് കിടന്നോളും. ഓക്കെ, ഇപ്പം നമുക്ക് ഇറങ്ങാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് പവറാക്കുക ഗൈസ്. ഓക്കെ, പവറാക്കണം, ലൈക്ക് ചെയ്ത് പവറാക്കണം. അതാണ് മെയിൻ. വേണ്ടൊരുത്തം കിടന്ന് അവിടെ ഇരിക്കുവാണ്. ഇറങ്ങി വാടാ. ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും കേൾക്കുന്നില്ല അവന്. ഓക്കെ, എന്തായാലും രാവിലെ ആയി വരുന്നുണ്ട്. കണ്ടാ, സൂര്യനൊക്കെ ഉദിച്ച് വരുന്നു ചെറുതായിട്ട്. അത് ചെറുതായിട്ട് ഭയങ്കര ലൈറ്റായിട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.